ഇത്ര ഭീകരമായ തല്ലിച്ചതയ്ക്കൽ നടത്തിയതിന് ശേഷം അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, അതാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനി ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം സാർ അത് മെച്ചപ്പെടണം. കുറ്റവാളികളെ അടിച്ചമർത്തുന്ന പോലീസ് സംവിധാനമാകണം. മറിച്ച് കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്ന് വന്നാൽ ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇന്ന് ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അദ്ദേഹം ചില കാര്യങ്ങൾ കൃത്യമായി പ്രവചിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഈ നാട്ടിലെ മാഫിയ സംഘങ്ങൾ അത് ഏത് സംഘമാണെങ്കിലും അതെ, അധികാരത്തിന്റെ തണലിൽ തഴച്ചു വളർന്ന മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും അവരെ ഇല്ലായ്മ ചെയ്യണം. കേരളം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങ് പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനത്തിലാണ് പഞ്ചാബിനേക്കാൾ വലിയ മയക്കുമരുന്ന് വിപണിയായി കേരളം മാറിയിരിക്കുന്നു. ഇതെങ്ങനെയാ സാർ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇതുണ്ടായിരിക്കുന്നത്? അപ്പോ ലോകത്ത് എവിടെ ലഭിക്കുന്ന ഏറ്റവും മാരകമായ മയക്കുമരുന്നുകൾ ഇന്ന് കേരളത്തിൽ സുലഭമാകുന്നു. ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി? അപ്പോ പോലീസിന്റെ നടപടികൾ ഉണ്ടാകും. ഇനി അങ്ങ് ചോദിച്ച് ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ADGPയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ സാർ അന്വേഷണത്തിന്റെ ഭാഗമായി വരും. ഒരു സംശയവും വേണ്ട. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇസഡ് കാറ്റഗറിയിലുള്ള മുഖ്യമന്ത്രി മെനിഞ്ഞാന്നാള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സാർ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഭാര്യയും അദ്ദേഹത്തിന്റെ 2 സഹപ്രവർത്തകരോ അല്ലെങ്കിൽ അംഗരക്ഷകരോ എന്ന് പറയാം അവരുമായിട്ട് സമാധാനത്തോടെ ഇരിക്കുന്നു. ഒരു പ്രശ്നവുമില്ലല്ലോ സാർ കേരളത്തിൽ. ഇനി മുഖ്യമന്ത്രി ആയിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ഇസഡ് കാറ്റഗറിക്ക് അർഹനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഇസഡ് കാറ്റഗറി കൊണ്ട് എന്ത് ഭീഷണി, ജീവന് ഭീഷണി? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ആരിൽ നിന്നാണ് സാർ ജീവന് ഭീഷണി ഉണ്ടായത്? ഒരു ഭീഷണിയും ഉണ്ടായില്ല. ഈ 40 വണ്ടിയുമായിട്ട് നടന്ന പത്രാസ് അത് കേരളത്തിലെ പൊതുസമൂഹത്തെ അവരുടെ മനസാക്ഷിയെ ഇല്ലെങ്കിൽ അവരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നടപടികൾ, അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഈ പോലീസ് സംവിധാനത്തിൽ ഇതിപ്പോ ശ്രീ അലക്സാണ്ടർ ജേക്കബോടെ പറഞ്ഞല്ലോ, പോലീസിന്റെ ഭാഗത്ത് ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു സാർ. പോലീസ് സംവിധാനം എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടില് മനുഷ്യന് പോലും താമസിക്കുന്നില്ലാത്ത ഘട്ടത്തിൽ അവിടെ പോലീസുകാർക്ക് താമസിക്കാൻ നിർവാഹമില്ലാതെ ഒരു പോലീസ് വണ്ടി പഴയത് കൊണ്ടുപോയിട്ട് അതിനകത്ത് 5-6 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യം പോലും നിർവഹിക്കാൻ സൗകര്യമില്ലാതെ ഈ വണ്ടിയുമായിട്ട് കൊണ്ടിട്ടിരിക്കുന്നു സാർ. അവർക്കില്ലേ മനുഷ്യാവകാശം? എന്തിനാ ഇതൊക്കെ? അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, VD സതീശനെതിരെ സമരം ഉണ്ടാ? തീർച്ചയായും ജനാധിപത്യത്തിൽ സമരം ഉണ്ടാകുമല്ലോ. ആ സമരം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, അത് നാളെയും ഉണ്ടാകും. പക്ഷെ സമരം ഉണ്ടായതുകൊണ്ട് ആരെങ്കിലും 2 പേര് കരിങ്കൊടി കാണിച്ചാൽ അവന്റെ ശിരസ് തല്ലി തകർത്തതിന് ശേഷം ഇതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനം കൊടുത്തിട്ട് ആ കേസ് അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ പോലും CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരാൾ പുഴുക്കുത്തല്ല. എ റോട്ടൺ ആപ്പിൾ വിൽ ഡിസ്ട്രോയ് ദ എൻറ്റയർ ആപ്പിൾ. അതാണ് ഈ സംവിധാനത്തെ നശിപ്പിക്കരുത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള രമേശ് ചെന്നിത്തല 2ാം ഊഴം അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.